നീറ്റ് പരീക്ഷാക്രമക്കേടിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് അന്തിമ തീരുമാനമെടുക്കാമെന്ന് സുപ്രീം കോടതി. ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് നേരെ അമിതാധികാരം ഉപയോഗിച്ച പോലീസുകാരെ സംരക്ഷിക്കരുത്. പ്രതിഷേധക്കാർക്കിടയിൽ നുഴഞ്ഞുകയറി ക്രിമിനലുകളും രക്ഷപ്പെടരുതെന്നും കോടതി നിർദ്ദേശം. എല്ലാ കേസുകളും പിൻവലിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞു. സുമോദ് വിശദാംശങ്ങളുമായി. സുമോദ്, ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു? സൈഫുദ്ദീൻ, സുപ്രീം കോടതി അന്വേഷണത്തിനായി രണ്ട് തരം സമിതികൾ ആകാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം. രണ്ടാമത്തത് വിരമിച്ച ജഡ്ജി അടങ്ങുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘം. വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ, വീഡിയോകൾ കൃത്യമായി അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു സംഘത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് ഏത് രീതിയിലായിരിക്കണം, ഏത് സംഘമായിരിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. അത് 18-ാം തീയതി എടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഹർജിക്കാർ ആവശ്യപ്പെടുന്നത് വിരമിച്ച ജഡ്ജി അടക്കമുള്ളവർ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് അന്വേഷിക്കേണ്ടത് എന്ന് തന്നെയാണ്. കാര്യം ഇതിൽ പ്രതികളായിട്ട് പലപ്പോഴും പോലീസുകാർ തന്നെയാണ് വരുന്നത്. ഈ അമിത അധികാരം പ്രയോഗിക്കുന്ന പോലീസുകാരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ കഴിയില്ല എന്നുള്ള ഒരു കൃത്യമായ നിരീക്ഷണം തന്നെ സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. ഇത് കാര്യം പെല്ലറ്റ് പ്രയോഗം ഉൾപ്പെടെയുള്ളവ ഇതിനകം തന്നെ നടന്നിട്ടുള്ളതാണ്. നിരവധി പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്, അവർ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും പിന്നീട് നടപടിയെടുക്കാം എന്ന് പറഞ്ഞ് ഈ കോടതി കേസ് മാറ്റിയത്. അതേസമയം തന്നെ ഈ കേസ് പരിഗണിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഒരു മുൻ വ്യോമസേന ഉദ്യോഗസ്ഥർ സമർപ്പിച്ച മറ്റൊരു ഹർജി കൂടി സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയിരുന്നു. ആ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ FIR ഉപയോഗിക്കരുത്. കാര്യം അവരുടെ ഒരു ഭാവി തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ളതാണ് പലപ്പോഴും കേസിൽ കുടുങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിർബന്ധിത സാമൂഹ്യ സേവനം എന്നുള്ള ഒരു ആശയം ഈ ഹർജിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ മുമ്പാകെ ഇന്ന് കേസ് പരിഗണിച്ചു കഴിഞ്ഞപ്പോൾ FIR പിൻവലിക്കാനുള്ള ഒരു അധികാരം സംസ്ഥാന സർക്കാരുകൾക്കാണ്. അതുകൊണ്ട് അവരത് ഉചിതം പോലെ ചെയ്യട്ടെ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പക്ഷേ എല്ലാ കേസുകളും പിൻവലിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കേന്ദ്രം എടുത്തിരിക്കുന്നത്.